ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കോടതി വിധിയിൽ അതിശക്തമായ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലോ, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ തെളിവുകൾ എന്തെങ്കിലും എത്തിയാലോ, അങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ സാധാരണഗതി റീഓപ്പൺ ഉണ്ടാവൂ. എന്തെങ്കിലും നോക്കുന്നേ? കൽപ്പന, ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ആഭരണം എന്താണെന്നറിയോ? ഓ, എനിക്ക് ഈ ആഭരണങ്ങളൊക്കെ യോജിക്കുന്നതാന്ന് ചെറിയമ്മ അമ്മ എപ്പോഴും പറയാറുണ്ട്. അല്ല, സൂര്യക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ തിളക്കമുണ്ടാക്കുന്നത്, ഏറ്റവും കൂടുതൽ മാറ്റുകൂട്ടുന്നത് ഒരേ ഒരു ആഭരണമാണ്. ആഭരണം എല്ലാവർക്കും ഉണ്ട്. ചിലരതിനെ കെട്ടിപ്പൊട്ടി വെക്കും, ചിലരതിനെ പുറത്തെടുക്കും. അങ്ങനെ ഒരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. എല്ലാവർക്കും ഒരേപോലുള്ള ആഭരണോ? എന്താ അത്? ഉണ്ട്. പെണ്ണിന്റെ ഏറ്റവും വലിയ ആഭരണം അവളുടെ ചിരിയാണ്. ചിരി എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. പക്ഷെ മനസ്സറിഞ്ഞ് ചിരിക്കാൻ വളരെ കുറച്ചു പേർക്കേ കഴിയാറുള്ളൂ. അങ്ങനെ ചിരിക്കുന്നവരുടെ മുഖത്തൊന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. തന്റെ മുഖത്ത് ഇപ്പോഴുള്ള ചിരിയുണ്ടല്ലോ, അത് തനിക്ക് എത്ര അഴകാണെന്നറിയോ? ഇതുപോലെ എപ്പോഴും ചിരിച്ചൂടെ തനിക്ക്? സൂര്യയുടെ സൗന്ദര്യ സങ്കല്പങ്ങളില് ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് ഞാൻ ഇപ്പോഴല്ലേ അറിയുന്നത്. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. താങ്ക് യു. കൽപ്പന, നമ്മളെല്ലാവരും കുറവുകളുള്ള മനുഷ്യരാ. അപ്പൊ ഒന്നിച്ച് ജീവിക്കുമ്പോ പങ്കാളിയിൽ എന്തെങ്കിലും കുറവുകൾ കണ്ട അത് ചൂണ്ടിക്കാണിക്കണം, അത് തിരുത്താൻ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, എന്റെ ഒരു പ്രവൃത്തി തനിക്ക് ഇഷ്ടമല്ല എന്ന് കണ്ട താൻ അത് വെട്ടി തുറന്ന് പറയണം. ഞാനത് തിരുത്താനും ശ്രമിക്കണം, അതുപോലെ തിരിച്ചു. അങ്ങനെയാണെങ്കിൽ ഒന്നിച്ചുള്ള ജീവിതത്തേക്കാൾ രസകരമായ വേറെ ഒന്നുമില്ല. ആ, പുതിയ പോളിസികൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലോ സൂര്യ. അത് ചുറ്റുമുള്ളവരിൽ നിന്നും പഠിക്കുന്നതാ. എല്ലാ ഗുണങ്ങളും തികഞ്ഞ് ഒരാൾക്ക് പിറക്കാൻ പറ്റില്ലല്ലോ. ചുറ്റും കാണുന്ന അനുകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സൂര്യ, എന്റെ ഉള്ളിൽ സൂര്യയുടെ സിൻസിയറായ സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. പലപ്പോഴും അത് പ്രകടിപ്പിക്കാൻ എനിക്ക് പറ്റാറില്ല. എന്നെ ഒരു അസൂയക്കാരിയായും ദേഷ്യക്കാരിയായും എല്ലാരും ചിത്രീകരിക്കുമ്പോ ഞാനും അതിന്റെ പാർട്ടായി പോകുന്നേ ഉള്ളൂ. എടോ, വീട്ടിലെ കാര്യമാണ് താൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒരു ചെറിയ നല്ല പ്രവൃത്തി ചെയ്താലും അതിനെ പുകഴ്ത്താൻ ഒരു മടിയും കാണിക്കാത്തവരാ നമ്മളെ വീട്ടിലുള്ളത്. അതിപ്പോ അമ്മയായാലും ശരി, മുത്തശ്ശിയായാലും ശരി. പക്ഷെ താൻ എന്താ ചെയ്യുന്നത്? താൻ വെറുതെ അവരോട് വാശി കാണിക്കും, തർക്കിക്കാൻ ഓരോരോ കാരണങ്ങൾ കണ്ടെത്തും. താൻ നേരെ തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്ന് നമ്മൾ ഒരുമിച്ച് പുറത്തിറങ്ങിയപ്പോ എത്ര സന്തോഷത്തിലായിരുന്നു അവര്. അതേ സന്തോഷത്തോടെ നമ്മൾ തിരിച്ചു ചെല്ലുകയാണെങ്കിൽ അവരുടെ സന്തോഷം 100 ഇരട്ടിയാവും. ഓക്കെ സൂര്യ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. ജീവിതത്തിലെ കുറെ നല്ല നാളുകൾ നഷ്ടപ്പെട്ടവരാ നമ്മള്. ഒരു വീഴ്ചയിൽ നിന്നും എഴുന്നേക്കാൻ പറ്റാനാകാതെ നരകിച്ച് എത്രയോ നാൾ. സത്യം പറഞ്ഞ അതിനുശേഷം ദൈവം തന്ന 2ാം ജന്മം ഇത്. അത് സന്തോഷത്തോടെ ആഘോഷിക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ ദൈവം എന്നോടും തന്നോടും ചോദിക്കില്ലേ, എന്തിനാ സൂര്യക്ക് ഇങ്ങനെ ഒരു പുനർജന്മം കൊടുത്തേന്ന്? ഐ എം സോറി സൂര്യ. ഇനി ഞാൻ സൂര്യയുടെ ആഗ്രഹം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പെരുമാറാൻ ശ്രമിക്കാം. മോളായിരുന്നോ? കേറുവാ. ആന്റി, എപ്പോ ഒന്ന് തിരിച്ച്? ഞാൻ ദാ വരുന്ന വഴിയാ. എന്നിട്ടെന്താ വിളിക്കാതിരുന്നേ? നേരെ ഇങ്ങോട്ടല്ലേ ഞാൻ വന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ലെന്നറിയാം. ചെറിയമ്മ എവിടെ? ശ്യാമ, ദേ ആരാ വന്നിരിക്കുന്നേ നോക്കിയേ. ചെറിയമ്മേ,
കേസും കഴിഞ്ഞൊരു പോക്ക് പോയിട്ട് ഒരു വിവരം ഇല്ലായിരുന്നല്ലോ. ആ, കുറച്ചു കാലം ഇവിടെ നിന്നതല്ലേ, അതിന്റെ കുറച്ച് തിരക്ക് വന്നു കയറി. അതാ പിന്നെ വിളിക്കാതിരുന്നെ. ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു, ബാംഗ്ലൂരിലൊരു ഡോക്ടറിന്റെ കൊലപാതകത്തിന് പുറകെ. അതെ, സത്യം പറഞ്ഞ അത് ഒരിടത്തും എത്തിയില്ല. ഭരണകക്ഷിയിൽപ്പെട്ട 2 MLA-മാരുണ്ട് പുറകെ. അതുകൊണ്ട് കാര്യങ്ങൾ കുറച്ച് കടുപ്പാ. മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? ഞാൻ പറയാം, കുറച്ച് കഴിഞ്ഞിട്ട് മതി. ചെറിയമ്മേ, രാധികയുടെ വിശേഷം എന്തൊക്കെയുണ്ട്? ആ, രാധിക ഞാൻ കുറച്ചു മുമ്പ് വിളിച്ചു വച്ചതേ ഉള്ളൂ. അവള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഹാപ്പിയാണെന്ന് വെറുതെ ഒന്നും പറഞ്ഞാ പോരാ മോളെ. വരുണ അവളും തമ്മിലുള്ള ജീവിതം സ്വർഗത്തിന് തുല്യ. മാത്രല്ല മോള് കൊടുത്ത ധൈര്യവും ചങ്കൂറ്റും ഒക്കെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. വരുണിന്റെ ഭാഷയിൽ പറഞ്ഞ രാധിക ഇപ്പൊ നല്ലൊരു ഫൈറ്ററാ. വെരി ഗുഡ്. പിന്നെ ചെറിയമ്മേ, എനിക്കൊരു സീരിയസ് മാറ്റർ പറയാനുണ്ട്. ഇരിക്കെ. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് ഉണ്ട്. പ്രിയങ്ക കൊലക്കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. റീഓപ്പൺ ചെയ്യാനോ? എന്നുവെച്ചാ ചില കേസുകളിൽ അങ്ങനെ നടക്കാറുണ്ട്. കോടതി വിധിയിൽ അതിശക്തമായ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയാലോ, അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഇതുവരെ ഇല്ലാത്ത പുതിയ തെളിവുകൾ എന്തെങ്കിലും എത്തിയാലോ, അങ്ങനെയൊക്കെ സംഭവിച്ചാലേ ഉള്ളൂ സാധാരണഗതി റീഓപ്പൺ ഉണ്ടാവൂ. എനിവേ, ചന്ദ്രശേഖരന്റെ അഡ്വക്കേറ്റ് നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. മോളെ, ഞാനിത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നും അല്ല. കഴിഞ്ഞുപോയിന്ന് പറയുന്ന ഒരു കേസ് വീണ്ടും വിചാരണയ്ക്ക് എത്തുമ്പോ രാധികയ്ക്കും വരുണനും ചിലപ്പോ ഒരിക്കൽ കൂടി കോടതിയിൽ ഹാജരാകേണ്ടി വന്നേക്കും. ചിലപ്പോ അതില്ലാതെ ഇരിക്കും. ഞാനത് മുൻകൂട്ടി പറഞ്ഞേ ഉള്ളൂ. കൃത്യമായ തെളിവുകളൊക്കെ മോള് ഹാജരാക്കിയതല്ലേ? ചന്ദ്രശേഖരനെ കുറ്റവാളിയെന്ന് ബോധ്യപ്പെട്ടതുമല്ലേ? പിന്നെ അവരെന്ത് തെളിവ് കൊണ്ടുവരാനാ? രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകള് എന്തൊക്കെ സൃഷ്ടിച്ചെടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേസ് റീഓപ്പണിങ്ങിന്റെ സ്വഭാവം മനസ്സിലായാലേ അതിന്റെ പ്രതിരോധം എന്തെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. മോളെ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ? ചെറിയമ്മ പേടിക്കണ്ട, ഞാനില്ലേ. പണവും സ്വാധീനം ഉപയോഗിച്ച് എന്തെങ്കിലും കൃത്രിമം ചന്ദ്രശേഖരൻ ഉണ്ടാക്കി കാണും. ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അല്ലാതെ വീണ്ടും ഒരിക്കൽ കൂടി എന്തായാലും കോടതിയിൽ കേസ് വരില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എതിർത്ത് തോൽപ്പിച്ചേ പറ്റൂ. ഈ പറഞ്ഞ മോൾ ആരാ? എന്റെ അനിയത്തിയല്ലേ? അവളുടെ കാര്യങ്ങൾ ഞാൻ ഏറ്റെടുത്തല്ലേ? അതിലൊരു വീഴ്ച വന്ന അതെന്റെ ടോട്ടൽ കരിയറിന് തന്നെ നാണക്കേടാ. സോ എന്റെ അനിയത്തെ ഞാൻ രക്ഷിച്ചിരിക്കും. ഇതല്ല ഇതിലും വലിയ സിറ്റുവേഷൻ വന്നാലും.